ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് തന്നെ എൻ്റെ ഈ കോലം കണ്ട ആരും പേടിക്കണ്ട. എനിക്ക് ചെറുതായിട്ടൊരു വൈറൽ ഫീവർ അടിച്ച്, അതാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഫസ്റ്റ് ഇയർ എസെൻഷ്യൽസ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ലേ? എന്താ ഫസ്റ്റ് ഇയർ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റും നമ്മൾ ഭയങ്കര ഓവർവെൽഡ് ആയിരിക്കും. നമുക്ക് എന്തൊക്കെ വാങ്ങിക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല. കോളേജ് എസെൻഷ്യൽസ്, എന്താ സ്റ്റേഷനറീസ്, ബുക്സ്, നമ്മൾ ഹോസ്റ്റൽ എസെൻഷ്യൽസ്, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ ചേരുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. അതിൻ്റെ കൂടെ എക്സൈറ്റ്മെൻറ്റ് വേറെ. അപ്പോൾ നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇയർ എസെൻഷ്യൽസിൽ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഇയറിൽ ഒരു വീഡിയോ, ഫസ്റ്റ് ഇയറിൽ ടെക്സ്റ്റ് സബ്ജക്ട്സ് അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ആണ്. അപ്പം അനാറ്റമിയാണ് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്റ്റും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഈ 4 ഇയേഴ്സിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നതിൽ ഏറ്റവും വാസ്റ്റ് ആൻഡ് ഡിഫിക്കൽട്ട്, വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് അനാറ്റമി. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതിന് ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ് ഗ്രേസ് അനാറ്റമി. ഗ്രേസ് അനാറ്റമി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, സീരീസ് കേട്ടാണല്ലേ. അപ്പം ഗ്രേസ് അനാട്ടമിയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. ഡിസെക്ഷന് വേണ്ടി കണ്ണിങ്ങാം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് കണ്ണിങ്ങാം ഇല്ലാതെ ക്ലാസ്സിലോട്ട് കയറാൻ ഡിസെക്ഷൻ ഹാളിലോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പം നിങ്ങളെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ആൻഡ് പക്ഷേ ഈ ഇൻ്റർനാഷണൽ ബുക്സ് ഗ്രേസ് അനാട്ടമി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും വായിക്കാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, ഭയങ്കര കടുകട്ടി ഭാഷയിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യൻ ഓതേഴ്സ് എഴുതിയ ബുക്സ് ഉണ്ട്. വിശ്രാം സിംഗ് ആൻഡ് ബി ഡി ചോരസ്യ, പിന്നെ വേറെ ഇന്ദോബിർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ബുക്കുണ്ട്. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പോൾ കേരളയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്ന വിശ്രാം സിംഗ് ആണ്. പണ്ട് ബി ഡി ചോരസ്യ ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ പഠിച്ചത് വിശ്രാം സിംഗ് ആണ്. പിന്നെ നിങ്ങളുടെ കോളേജിൽ ഇനി വിശ്രാം സിംഗ് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കുന്നതിന് മുന്നേ എല്ലാത്തിനും PDF ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏതാണ് സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ടെക്സ്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആൻഡ് ഇനി ഫിസിയോളജിയിലെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈറ്റൻ ആണ്. അപ്പം ഗൈറ്റൻ ആൻഡ് ഹാൾ അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നല്ല കേട്ടോ, വായിക്കാൻ എക്സാമിനൊന്നും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളത് ഗീത എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഗീത അല്ലെങ്കിൽ GK പാൽ. അപ്പോൾ ഇതിൽ ഏത് വേണേലും വാങ്ങിച്ചിട്ട് പഠിക്കാം. ആൻഡ് ബയോകെമിസ്ട്രി ആണ് അടുത്ത. ബയോകെമിസ്ട്രിക്ക് അധികം എല്ലാവരും വാസുദേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. പിന്നെ വേറെ ടെക്സ്റ്റ് വേണമെങ്കിൽ അത് ദിനേശ് പൂരി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യമാണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ വൈറ്റ് കോട്ട് അല്ലെങ്കിൽ ഏപ്രൺ. ഇത് പക്ഷേ നമുക്ക് കോളേജിൽ വൈറ്റ് കോട്ട് സെറമണിക്ക് തന്നെ കിട്ടുന്നത്, കോളേജിൽ നിന്ന് തരുന്നത്. ഞങ്ങൾക്കൊക്കെ കോളേജിൽ നിന്നാണ് കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങളൊരു 2 സെറ്റെങ്കിലും മിനിമം വാങ്ങിച്ച് വെക്കുക. കാരണം അലക്കിയിട്ട് ചിലയാകുമ്പോൾ അലക്കിയിട്ട് വീണ്ടും ഇടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പിന്നെ അടുത്തതാണ് സ്റ്റെത്തസ്കോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എസെൻഷ്യൽ ആണോ എന്ന് വെച്ചാൽ നമുക്ക് ഫിസിയോളജി ലാബിലൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ സ്റ്റെതസ്കോപ്പ് മിക്കവാറും നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിക്കാണും, നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നോ. അപ്പം ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റെതസ്കോപ്പ് ലിറ്റ്മാൻ്റെ ആണ്. പക്ഷെ അതിന് തൗസൻഡ്സ്, അതായത് 30,000 അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വല്ല മൈക്രോട്ടോണോ എൽക്കോ ഒക്കെ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് സ്റ്റേഷനറീനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ നോർമലി സ്കൂളിലേക്ക് കൊണ്ടുവന്ന സ്റ്റേഷനറി പ്ലസ് എല്ലാ കളർ പെൻസിൽസ് നിങ്ങൾക്ക് എല്ലാത്തിലും ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. HND പെൻസിൽസ്, ഹെമറ്റോക്സിലിൻ ആൻഡ് നിയോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പെൻസിൽസാണ്. ഇത് നമുക്ക് അനാട്ടമിയിലെ ഹിസ്റ്റോളജി വരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഹിസ്റ്റോളജി, എന്താണ് HND പെൻസിൽസ് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അനാട്ടമി ഹാളിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡിസെക്ഷൻ ഹാളിന് വേണ്ടിയിട്ട് ഒരു ഡിസെക്ഷൻ കിറ്റ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ്
ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ ബോൺ സെറ്റാണ്. നമുക്ക് അനാട്ടമി പഠിക്കാൻ വേണ്ടി ഓരോ മൈന്യൂട്ട് ബോൺസിനെ കുറിച്ചും പ്രാക്ടിക്കലിൽ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ പഠിക്കാനുണ്ട്. അതിൻ്റെ സൈഡിലൂടെ പാസ് ചെയ്യുന്ന നെർവ്, പിന്നെ ആ ബോണിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ബോൺ സെറ്റ് വാങ്ങിക്കും. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സീനിയേഴ്സ് പഴയ ബോൺ സെറ്റ് തരുമല്ലോ. അപ്പം ആ ബോൺ സെറ്റ് തരുമ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രൂപ്പ് ആകുമ്പം ഒരു ബോൺ സെറ്റിനൊക്കെ ഒരു 10K ഒക്കെ വരും. അപ്പം ഒരു 10 പേരുടെ ഗ്രൂപ്പ് ആകുമ്പം ഒരു 1K കൊടുത്താൽ മതി ഒരാൾ. അങ്ങനെ അത്രയ്ക്ക് ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് പ്ലസ് ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ചാണ്. ഗാഡ്ജറ്റ്സ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഐപാഡ് വേണോ അതോ ലാപ്ടോപ്പ് വേണോ. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ലാപ്ടോപ്പായിരിക്കും നമുക്ക് ഹെൽപ്ഫുള്ള്. ലാപ്ടോപ്പ് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത് ബെസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഫോൺ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഐപാഡ് നിങ്ങൾ വല്ല മാരോയോ പ്രപ്ലാഡറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതി പഠിക്കാനോ നോട്ട്സ് ഉണ്ടാക്കാനൊക്കെയാണ് ഐപാഡ് നല്ലത്. പക്ഷേ ഐ ഡു തിങ്ക് ഐപാഡിനേക്കാളും നമ്മൾ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും നല്ലത് ലാപ്ടോപ്പാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ വാങ്ങിക്കുക. എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഐപാഡ് ഇതാണ്. ഇത് ആക്ച്വലി ഐപാഡ് എയർ M2 ചിപ്പാണ്. അപ്പം ഇതെനിക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ പ്രപ്ലാഡറൊക്കെ ഇതിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫോണിൻ്റെ സ്ക്രീൻ ചെറുതല്ല, അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടായുണ്ട്. ആൻഡ് ഇനി അടുത്ത പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് എന്തായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ജീൻസ് അലൗഡ് അല്ല, മിക്ക കോളേജിലും ജീൻസ് അലൗഡ് അല്ല. ആൻഡ് ജഗ്ഗിൻസും അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കുർത്ത എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു കുറച്ച് കുർത്തയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് മുടി എപ്പോഴും പുട്ടപ്പ് ചെയ്തിട്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, മുടി പുട്ടപ്പ് ചെയ്ത് ഫുൾ കോട്ടിൻ്റെ ഫുൾ ബട്ടൺസൊക്കെ ഇട്ടാണ് നടക്കേണ്ടി വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ബോയ്സിനാണെങ്കിൽ ഫോർമൽസാണ് നല്ലത്. ആൻഡ് മാക്സിമം ജീൻസൊക്കെ ഇടുമ്പോൾ നമുക്ക് ചെറിയ രീതിക്ക് റാഗിങ്ങൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ജീൻസിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുർത്ത ഇടാൻ പറഞ്ഞത്. അപ്പം ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ഇയറിലെ മെയിനായിട്ട് എസെൻഷ്യൽസ്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും ഫസ്റ്റ് ഇയറിനെ കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നും. അനാട്ടമി കുറേ പഠിക്കാനുണ്ടാവും, ഫിസിയോളജി, നമ്മുടെ പഴയ ഒരു ബയോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വാസ്റ്റാണ് പഠിക്കാൻ. അപ്പം നമുക്ക് തീരെ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മിക്ക സമയത്തും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കാതെ നിങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം ലൈക്ക് ഫസ്റ്റ് ഇയർ എൻജോയ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഇയറാണ് നമ്മൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. പഠിക്കണം കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഇയർ നമ്മൾ പുതിയ ഫ്രണ്ട്സ്, പുതിയ കോളേജ്, പുതിയ ഹോസ്റ്റൽ, ഈവൻ ദോ അത് ഭയങ്കര ടഫായിരിക്കുമെങ്കിൽ പോലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇയറാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫസ്റ്റ് ഇയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇയർ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് പ്ലസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ ചാനലിൽ ഇടാൻ പോകും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.